പെന്തിക്കോസ്ത് നാളിനെ പറ്റി അല്ലെങ്കിൽ പെന്തിക്കോസ്തിനെ പറ്റി. പെന്തിക്കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്തിക്കോസ്ത് സഭ എന്ന നിലയിലല്ല, നമ്മൾ ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ആണ് ഇവിടെ ഈ മീറ്റിങ്ങുകളെല്ലാം സംഘടിപ്പിക്കുന്നത്. എന്നാൽ ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡിനെ കുറിച്ചുമല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്ത് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിച്ചതായ ആ സഭ, പെന്തിക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. അതിനു മുമ്പ് ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുകയായിരുന്നു. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ശരിക്കും ആത്മീയതയുടെ ഒരു പുതുയുഗം അവിടെ ആരംഭിക്കുകയായിരുന്നു. അതുവരെ പഴയ നിയമ വിശുദ്ധന്മാരുമായിട്ട് ദൈവത്തിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം യേശു കർത്താവിൻ്റെ വരവോടുകൂടെ കുറെ കൂടെ ഒരു പുതിയ മാനത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യോഹന്നാൻ സ്നാപകൻ്റെയും യേശുവിൻ്റെയും പ്രസംഗം ഇതാണ്: ദൈവത്തോട് മുഖാമുഖം ജീവിച്ചിരുന്ന ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന് പുറംതിരിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അവന് വന്ന് കേൾക്കുകയാണ്. മറ്റൊന്നുമല്ല, ടേൺ ബാക്ക്, തിരിയുക. മാനസാന്തരപ്പെടുക എന്ന വാക്ക് അവിടെ ഉദ്ദേശിച്ചതാണ്. നീ പോകുന്ന വഴി നേരെയല്ല, നീ ഇപ്പോൾ ദൈവത്തിന് പുറംതിരിഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പോകരുത്. നിൽക്ക്, ഒന്ന് തിരിയ്, ദൈവത്തെ മുഖാമുഖം ഒന്ന് കാണ്. നിന്നെ സ്വീകരിക്കുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. രാജാവ് എത്തിക്കഴിഞ്ഞു. അതാണ് യേശു കർത്താവ്. ആ രാജാവിനെ മുഖാമുഖം കണ്ട് ആ രാജാവിങ്കലേക്ക്, ദൈവത്തിങ്കിലേക്ക്, യേശുവിങ്കലേക്ക് ഉള്ള തിരിഞ്ഞു നടപ്പാണ്. നടപ്പോ ഓട്ടമോ എന്തുമായിക്കോട്ടെ, അതാണ് ശരിക്കും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് സാധ്യമാക്കി തീർത്തതാണ് യേശുവിൻ്റെ വരവ് എന്ന് പറയുന്നത്. ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമാക്കി തീർത്തു. രാജാവായ യേശു കർത്താവ് നമുക്ക് മുമ്പിൽ വന്നു നിന്നിട്ട് പറയുകയാണ്, ടേൺ, നീ ഒന്ന് തിരിയ. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കണ്ടതുപോലെ നടന്നു ചെല്ലുന്ന പുത്രനെ സ്വീകരിക്കുവാൻ പിതാവ് ഓടിച്ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പുത്രനാക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതാണ് സുവിശേഷം, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു മാനം, അല്ലെങ്കിൽ പുതിയ ഒരു മാനം ഉണ്ടാകുന്നത് യേശുവിൻ്റെ ഉയിർപ്പോടുകൂടെയാണ്. ഭൂമിയിൽ യേശു കർത്താവ് ജീവിച്ചിരുന്ന അവൻ്റെ ശുശ്രൂഷാ കാലയളവിൽ യേശു രാജാവായിരുന്നു. എന്നാൽ അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിതാവിൻ്റെ അടുക്കൽ അവൻ ഉണ്ടായിരുന്ന മഹത്വമൊക്കെ ഉരിഞ്ഞു വെച്ചിട്ടാണ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ഉയിർത്തെഴുന്നേറ്റ യേശു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ആ ഭാഗം, അതായത് ഉയിർത്തെഴുന്നേറ്റ യേശു ദൈവസഭ ഭൂമിയിലൊരു യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പറയുകയാണ്, ഇതാ ഒരു പുതിയ യുഗം വന്നിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ അധികാരവും മഹത്വവും ഒക്കെ ഉരിഞ്ഞു വെച്ചിട്ടാണ് നിങ്ങളുടെ കൂടെ 33 വർഷത്തിൽ കൂടുതൽ താമസിച്ചത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇപ്പോൾ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഇനി നിങ്ങൾ പോകുന്നത് ഈ ദൈവത്തിൻ്റെ, ഈ യേശുവിൻ്റെ അധികാരത്തോടു കൂടെയാണ്. എന്നാൽ അതിനോട് ചേർന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യം നമ്മൾ ഇന്നലെ കണ്ടു. അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ.
ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ഒരു പുതിയ കാര്യമെന്നുള്ളതല്ല, അതിലുപരിയായി പരിശുദ്ധാത്മ നിയോഗത്താലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ കൊണ്ടും നമ്മളെ സമ്പുഷ്ടമാക്കിയാണ് ദൈവരാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കണ്ടു. ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ആദ്യ സമയം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പല ദുരുപദേശങ്ങളെക്കുറിച്ചും ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞിട്ടുണ്ട്. അത് വേണം, കാര്യം തെറ്റിപ്പോകരുത്. കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് നിന്ന് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി അൺടു യു. യഹൂദന്മാർ സാധാരണ നിലയിൽ കാണുമ്പോഴെല്ലാം പറയുന്നതാണ് ഷാലോം. അങ്ങനെ ഒരു ഗ്രീറ്റിങ്സ് എന്ന നിലയിലാണ് ശിഷ്യന്മാർ ആദ്യം അത് ചിന്തിച്ചത്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഇത് ഒരു മനസമാധാനത്തിൻ്റെ കാര്യമല്ല, പ്രത്യുത ഇതൊരു കോസ്റ്റ്ലി പീസാണ്. ഞാൻ പറഞ്ഞ ഈ സമാധാനം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി എൻ്റെ കൈകൾ ആണിയടിക്കപ്പെട്ടു, എൻ്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടു. അങ്ങനെ ഒരു കോസ്റ്റ്ലി പീസാണ് ഇത്. വെറും ഒരു മനസമാധാനമല്ല, ഇത് ദൈവത്തോട് സമാധാനമാണ്. ദൈവത്തിൻ്റെ സമാധാനമാണ്, എന്നാൽ ദൈവത്തോട് സമാധാനം, ദൈവത്തോട് സമാധാനം, പീസ് വിത്ത് ഗാഡ്. ദൈവവുമായി പിണങ്ങിയിരുന്ന മനുഷ്യനെ കാൽവറി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് യേശു കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവത്തോട് ചേർത്തിരിക്കുകയാണ്, ദൈവവുമായി സമാധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം യേശുവിൻ്റെ കാൽവറി ക്രൂശിലെ രക്തത്താൽ അവൻ രക്തം ചൊരിഞ്ഞപ്പോൾ നമ്മുടെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തു, പകരം അവൻ്റെ നീതിയെ അവൻ നമുക്ക് തന്നു. അങ്ങനെ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആ സമാധാനമാണ് യേശു കൊണ്ടുവരുന്നത്. അല്ലാതെ ശ്രീ രവിശങ്കറിൻ്റെ മീറ്റിങ്ങിൽ പോയാലും അവിടെ പോയിരുന്ന് പാട്ടൊക്കെ പാടുമ്പോൾ ഇമോഷണലായിട്ട് ഒരു ഇച്ചിരി സമാധാനമൊക്കെ, ഒരു ശാന്തത ഒക്കെ ഉണ്ടാകും. അതല്ല ഇത്. പക്ഷെ അവിടെ പോയാൽ ദൈവത്തോട് സമാധാനമൊന്നും ഉണ്ടാകത്തില്ല. യോഗ പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് നേരം ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിരുന്നാൽ ഏതാണ്ടൊക്കെ തോന്നും. ദയവ് ചെയ്ത് അതിനൊന്നും പോകരുത് കേട്ടോ. അത് വെറും എന്തുവാ എക്സസൈസ് ആണെന്നൊക്കെയാണ് മനുഷ്യൻ്റെ ചിന്ത. നോ, അത് വെറും എക്സസൈസ് ഒന്നും അല്ല. ലോകവ്യാപകമായി അത് വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ഈ അടുത്തിടെ സിയാറ്റിൽ എയർപോർട്ടിൽ, അമേരിക്കയിലെ ഒരു പ്രഗത്ഭ പട്ടണമാണ് സിയാറ്റിൽ. അവിടെയാണ് ഈ IT പിള്ളേരൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്, കാലിഫോർണിയ. സിയാറ്റിൽ എയർപോർട്ടിൽ ചെന്നപ്പോൾ എല്ലായിടത്തും ബോർഡ്, യോഗ റൂം, യോഗ റൂം, യോഗ റൂം. ഞാനത് നോക്കി ചെന്നപ്പോൾ വലിയൊരു മുറി ഒരുക്കിയിട്ടിരിക്കുകയാണ് യോഗ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെറും എക്സസൈസ് ആണെന്നുള്ള നിലയിൽ നമ്മൾ എടുക്കരുത്. അതിലൂടെ നമ്മൾ ആത്മീയത തകർക്കുന്ന ആ ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഞാൻ ഇടയ്ക്ക് കയറി ഇത് പറയാൻ കാര്യം, ഇതൊന്നും കുഴപ്പമില്ലെന്ന് ഇപ്പം പിള്ളേരൊക്കെ ചിന്തിക്കുന്നുണ്ട്. യോഗയിൽ എന്താ സംഭവിക്കുന്നത്? യോഗയിൽ നമ്മളെ നമ്മുടെ സെൽഫിനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. എൻ്റെ സ്വയത്തെ ഡെവലപ്പ് ചെയ്ത് ശക്തിയുള്ളതാക്കുകയാണ്. MT ചെയ്യാന്നൊക്കെ അവർ പറയും. MT ചെയ്താൽ കയറിയിരിക്കുന്നത് ആരാണെന്നുള്ളത് പിന്നെ നമുക്കറിയത്തില്ല. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സെൽഫിനെ ഡെവലപ്പ് ചെയ്യുകയല്ല, സെൽഫിൻ്റെ ഡിനയലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടെന്താ, യോഗയിൽ ആത്യന്തികമായി സംഭവിക്കുന്നത് നമ്മൾ തന്നെ ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ദൈവം. അതല്ല ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ ദൈവമാവുകയല്ല, നമ്മൾ ദൈവത്തിൻ്റേതാവുകയാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിനകത്തൊന്നും കുഴപ്പമില്ലെന്ന് ആൾക്കാർ ദയവ് ചെയ്ത് ചിന്തിക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് പെട്ടുപോകരുത്. നമുക്ക് കർത്താവ് തരുന്നത് ദൈവത്തോട് സമാധാനമാണ്. ദൈവത്തോട് സമാധാനം അത് നേടിയെടുത്തത് കാൽവറി ക്രൂശിലാണ്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ വായിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. കേരളത്തിലെ ഒരു പോപ്പുലർ പ്രീച്ചർ പ്രസംഗിച്ചതാ, ഞാൻ കേട്ടതാ. എന്തായാലും പറഞ്ഞെന്നറിയാമോ? ക്രൂശിക്കപ്പെട്ട യേശു ഒരു പരാജയമായിരുന്നു. ഇങ്ങനൊക്കെ പറയുന്ന പാർട്ടികളുണ്ട്. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളിൽ പെട്ടുപോകരുത്. വേദപുസ്തകം പറയുന്നു, ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എന്താ ജയോത്സവം? മനുഷ്യവർഗം പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ പാപത്തിൻ്റെ വന്മതിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തോട് സമാധാനമില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തം ഈ പാപത്തിൻ്റെ വന്മതിലിന്മേൽ വന്നു വീണപ്പോൾ അത് ഇടിഞ്ഞു പോയെന്ന് തന്നെയല്ല ഞാൻ പറയുന്നത്, അതങ്ങ് ഉരുകിപ്പോയെന്നാ. കാര്യം ഇടിഞ്ഞു പോയാലും കുറേ കല്ലെങ്കിലും ബാക്കി കിടക്കും. അതുപോലുമില്ലാതെ ഉരുകിപ്പോയൊരവസ്ഥ. അവിടെ ഇപ്പോൾ യേശുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ മൂലം നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വി ഹാവ് ആക്സസ് ടുവേർഡ്സ് ഗാഡ്. നേരത്തെ ആക്സസ് ഇല്ലായിരുന്നു. നേരത്തെ നമുക്ക് ദൈവത്തോട് ആക്സസ് ഇല്ലായിരുന്നു, പ്രവേശനമില്ലായിരുന്നു. പക്ഷേ കാൽവറി ക്രൂശിൽ യേശു മരിച്ച് അവൻ്റെ രക്തം ഈ പാപത്തിൻ്റെ വന്മതിലിന്മേൽ വന്നു വീണ് അതിപ്പോൾ അങ്ങ് ഉരുകിപ്പോയി. നേരത്തെ അവിടെ വലിയ മതിലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കും ദൈവത്തിനും മധ്യത്തിൽ മതിലല്ല, പ്രത്യുത യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു പൂള. ഇപ്പോഴും ഞാൻ ഇവിടെയും ദൈവം അവിടെയുമാണ്. നേരത്തെയും ഞാൻ ഇവിടെയും ദൈവം അവിടെയുമായിരുന്നു. എന്നാൽ എനിക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, എനിക്ക് നടക്കാം. മതിലില്ല, പക്ഷേ യേശുവിൻ്റെ രക്തം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നടന്ന് കയറണമെങ്കിൽ യേശുവിൻ്റെ രക്തത്തിലൂടെ ഇറങ്ങി കുളിച്ച് അക്കരെ കയറണം. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ രക്തത്തിൽ കുളിച്ച് എൻ്റെ അങ്ക് വെളുപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം പിതാവ് എന്നെ കെട്ടിപ്പിടിക്കും. എനിക്ക് ആക്സസ് ഉണ്ട്. നേരത്തെ വന്മതിലായിരുന്നു. ഇല്ല, ഇപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തമാണ്. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ അങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഈ രക്തത്തിൽ കുളിച്ചു കയറിയാൽ നമ്മുടെ അങ്കി വെളുക്കുകയാണ്. പിന്നെ പിതാവിനോട് നമുക്ക് ആക്സസ് ഉണ്ട്. അവൻ വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രൂശിൽ യേശുവിൻ്റെ മരണം ഒരു വലിയ വിജയമാകുന്നത്. അതുകൊണ്ടാണ് യേശു ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടുന്നത്. അതുകൊണ്ട് അവിടെ ഇവിടെ ഇരുന്ന് വേദോസം അറിയാൻ വയ്യാത്തവർ പറയുന്നതൊക്കെ കേട്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. ആ യേശു ഉയർത്തെഴുന്നേറ്റിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറയുന്നു. ദൈവത്തോട് സമാധാനമുണ്ട്. നിങ്ങളെ ഞാൻ ഇനിയിപ്പോൾ അയക്കുകയാണ്. അങ്ങനെ അയക്കുമ്പോൾ അവരുടെ മേൽ ഊതിയിട്ട് പറയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. പോകുന്നത് പരിശുദ്ധാത്മാവിനെയും കൊണ്ടായിരിക്കണം, അല്ലാതെ പോകരുത്. അതാണ് നമുക്കുള്ള വലിയ പദവി എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. വി ആർ ഗോയിങ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവും ഒന്നിച്ചാണ് നമ്മൾ പോകുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ കാണുന്നതായ കാര്യം, അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്
താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. നോക്കുക, യേശു കർത്താവ് ഉയിർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 40 ദിവസം ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അവൻ താൻ ജീവിച്ചിരിക്കുന്നു അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ യേശു പഠിപ്പിച്ചത് ദൈവരാജ്യമാണ്. നമ്മൾ യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങിയത് ദൈവരാജ്യമാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സാന്തരപ്പെടുവിൻ. യേശു പഠിപ്പിച്ചതും അതുതന്നെയാണ്. യേശു പഠിപ്പിച്ചതും യേശു യോഹന്നാനാൽ സ്നാനമേറ്റു 4-ാം അധ്യായം വരുമ്പോൾ അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അന്നു മുതൽ യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ എന്താ പ്രസംഗിച്ചത്? യേശു പ്രസംഗിച്ചതും ദൈവരാജ്യമാണ്. 3.5 വർഷം യേശു ദൈവരാജ്യം പ്രസംഗിച്ചു. എന്നാൽ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്മാര് പഠിച്ചത് കുറച്ച് വ്യത്യാസമായിട്ടാണ്. യേശു പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്, പക്ഷെ ഇവരുടെ മനസ്സിൽ കയറിയത് ഇസ്രായേലിൻ്റെ രാജ്യമാണ്. അവർ ചിന്തിച്ചു യേശു രാജാവായിട്ട് വരുന്നു, വന്നു കഴിഞ്ഞാൽ അവൻ വന്ന് റോമിലെ സീസറിനെ നിഗ്രഹിച്ച് ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കും. എന്നിട്ട് ഇന്നലെ വരെ റോമ ഗവൺമെൻറ് ഞങ്ങളെ ഭരിച്ചു, ഇനി ഞങ്ങൾ അവരെ ഭരിക്കും. ഇന്നലെ വരെ റോമൻ പട്ടാളക്കാർ ഞങ്ങളെ തല്ലി, ഇനി ഞങ്ങൾ അവരെ തല്ലും. ഇന്നലെ വരെ റോമാക്കാർ കരം പിടിച്ചു, ഇനി ഞങ്ങൾ കരം പിടിക്കും. ഇതാണ് ഇവരുടെ മനസ്സിൽ വന്നത്. അത് യേശു ചെയ്തു തരും. യേശു പഠിപ്പിച്ചു, യേശു രാജാവായി എല്ലാം സംബന്ധിച്ചു. പക്ഷേ അവരുടെ മനസ്സിൽ കയറിയത് മുഴുവൻ ഭൗമികമായ ഒരു രാജ്യമാണ്. എന്നുമുള്ള പ്രശ്നമായത്. ഇന്ന് തന്നെയല്ല, എന്നുമുള്ള പ്രശ്നമാണ്. യേശു മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റപ്പോൾ പോലും, യേശു മരിക്കുമ്പോഴും അവർ ചിന്തിക്കുന്നത്, അവരുടെ പ്രതീക്ഷ എന്തായിരുന്നു? അതുവരെയും അവരുടെ പ്രതീക്ഷ, ഇപ്പോൾ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 24-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് ഈ വാദിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവൻ അവരോട് പറഞ്ഞത്, സകല ജനത്തിനു മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ച് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ അവൻ ഇസ്രായേലിനൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കുമെന്നുള്ളതായിരുന്നു. തന്നെയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3 നാളായി. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ പോയിട്ട് കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചെന്ന്. തുള്ളിച്ചാടേണ്ട വാർത്ത കേട്ട് അവർ ഭ്രമിച്ചു പോയെന്ന്. ഇല്ലേ? യേശു ഉയിർത്തെഴുന്നേറ്റ വാർത്ത പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. കർത്താവ് ചോദിച്ചു, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചതിന് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രതീക്ഷിച്ചത് യേശു ഭൂമിയിൽ വന്ന് ഇസ്രായേലിന് ഒരു ഭൗമികമായ രാജ്യം
സ്ഥാപിക്കും എന്നുള്ളതായിരുന്നു. കാര്യം എന്നറിയാമോ? ഇവരുടെ മനസ്സിൽ ഭൗമിക കാര്യങ്ങളെ കയറിയിട്ടുള്ളൂ. യേശു ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു, ഇവര് ഇസ്രായേലിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത്. ഇന്നും ഇതൊക്കെ തന്നെയൊക്കെയാണ് പ്രശ്നം. ശിഷ്യന്മാർ മനസ്സിലാക്കിയത് ഒരു വല്ലാത്ത നിലയിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 3.5 കൊല്ലം ദൈവരാജ്യത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിട്ട് ഇവരുടെ തലയിൽ കയറിയില്ല. ഇവരുടെ തലയിൽ കയറിയത് മുഴുവൻ ഇസ്രായേലിൻ്റെ രാജ്യം, ഇസ്രായേലിൻ്റെ രാജ്യം, ഇസ്രായേലിൻ്റെ രാജ്യം. ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക്, വേദോസത്തിൽ എഴുതിയിട്ടുള്ള കാര്യമല്ല, യേശു കർത്താവ് അങ്ങ് വല്ലാതായിപ്പോയി. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആകെ അങ്ങ് അപ്സെറ്റായി. എന്നിട്ട് ഒരു പക്ഷേ പിതാവിനോട് പറഞ്ഞു കാണും, ഇവിടെ എഴുതിയിട്ടില്ല എങ്കിലും ഞാനങ്ങ് ചിന്തിക്കുക, എൻ്റെ കർത്താവേ, എൻ്റെ പിതാവേ, 3.5 കൊല്ലം ഞാൻ യുവമാരോട് ദൈവരാജ്യം പറഞ്ഞിട്ട് ഇപ്പോഴും യുവമാർക്ക് ഈ ഭൗമിക രാജ്യമേ ഉള്ളല്ലോ മനസ്സിൽ. ഇസ്രായേലിൻ്റെ രാജ്യമല്ലാതെ ഒന്നും ഇവരുടെ തലയിൽ കയറിയിട്ടില്ലല്ലോ. ഈ ദൈവരാജ്യം ഇവരുടെ തലയിൽ കയറിയില്ല. ഞാൻ 3.5 കൊല്ലം പഠിപ്പിച്ചതാ. കർത്താവേ, എൻ്റെ വിസ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണേ, ഒരു 40 ദിവസം കൂടെ ഞാൻ ഇവന്മാരെ ദൈവരാജ്യം ഒന്ന് പഠിപ്പിക്കട്ടെ. അങ്ങനെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത്, അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിലും കർത്താവ് ഉയിർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം കൂടെ പിന്നെയും ഈ ഭൂമിയിൽ തന്നെ യേശു ജീവിച്ചു എന്നുള്ളതാണ്. വിസ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, അതായത് ഉയിർത്തെഴുന്നേറ്റ ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. എന്തോ ചെയ്യുകയായിരുന്നു ഈ 40 ദിവസം? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. 3.5 കൊല്ലം പറഞ്ഞിട്ട് ഇവന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് കർത്താവ് ഒരു 40 ദിവസം കൂടെ പിന്നെയും എന്തു തന്നെ പറഞ്ഞു, ദൈവരാജ്യം എന്താണെന്നുള്ളത് അവരെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു. അതാ നമ്മൾ കാണുന്നതായ കാര്യം. എന്നാൽ കർത്താവ്, ഞാൻ വീണ്ടും അതിനിടയ്ക്കത്തെ കാര്യത്തിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വരുന്നുണ്ട്, എങ്കിലും അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ 40 ദിവസം ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെയും എന്താ സംഭവിക്കുന്നത്? ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ചില ഇത്രയും പഠിപ്പിച്ചിട്ട് 3.5 കൊല്ലം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഉയിർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 40 ദിവസം കൂടെ പിന്നെയും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ട്, എന്നിട്ട് ഇവർ ഒരുമിച്ച് കൂടിയപ്പോൾ ചോദിക്കുക, നീ ഇസ്രായേലിന് ഇപ്പോഴാണോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന്? എന്താ അതിൻ്റെ അർത്ഥം? ഇവന്മാരുടെ തലേന്ന് ഇതുവരെയും ഈ ഭൗമിക രാജ്യം മാറിപ്പോയിട്ടില്ല. ഭൂമിയിലുള്ളത് മാത്രമേ ഇവന്മാരുടെ തലയിലുള്ളൂ. ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഈ മനുഷ്യൻ്റെ തലയിലുള്ളൂ. അതുകൊണ്ട് അവരാലോചിക്കുന്നത് മുഴുവൻ യേശുവിനെ കുറിച്ച് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഒടുവിൽ യേശു എനിക്ക് കാറ് തരും, വീട് തരും, എൻ്റെ കടം വീട്ടും, ഇതൊക്കെ അല്ലാതെ ഒന്നും ഈ മനുഷ്യൻ്റെ തലയിൽ കയറുന്നില്ല. എന്തോ ചെയ്യാനാന്ന് പറ. ഇന്നത്തെ പ്രശ്നം ഇതാ. കർത്താവ് ശരിക്കും അങ്ങ് വിഷമിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നൊന്നും നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ ഇവിടെ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇനി മിണ്ടിയേക്കല്ലേ. അതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എനിക്കറിയാം. കർത്താവ് പറയാ, എന്താ നിങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയാം. കാര്യം, പരിശുദ്ധാത്മാവ് ഇതുവരെ വന്നിട്ടില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നാൽ. നോക്ക്, ഈ വാക്കുകളൊക്കെ വളരെ പ്രസക്തമാണ്. എന്നാൽ, ബട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. എൻ്റെ സാക്ഷികൾ. എൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ എന്നോട് ഞാനൊരാളോട് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്. ഇതിനകത്തെ മോസ്റ്റ് എംഫാറ്റിക് വേർഡ് എന്താണെന്നുള്ളത്, ഇതിനകത്തെ ഏറ്റവും ശക്തീകരണം കൊടുക്കുന്ന വാക്ക് ഏതാണ്? ഞാൻ പലപ്പോഴും
പല ഗ്രൂപ്പിലും ചോദിച്ചിട്ടുള്ളത്, ഇതിനകത്ത് ഏറ്റവും ശക്തീകരണം കൊടുക്കേണ്ട വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ മിക്കപ്പോഴും ആളുകൾ പറയുന്നത് ശക്തി. അതാണല്ലോ, ശക്തി ശക്തി ശക്തി. പക്ഷെ ശക്തി അല്ല ഇവിടുത്തെ മോസ്റ്റ് എംഫാറ്റിക് വേർഡ്. ചിലർ പറയും പരിശുദ്ധാത്മാവ്, ഓക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ ശക്തീകരണം കൊടുത്തിരിക്കുന്ന വാക്ക് എന്താണ്? സാക്ഷിയാകൂ എന്നുള്ളത് പോലുമല്ല, എൻ്റെ എന്ന വാക്കാണ്. കാരണം കർത്താവ് പറയുക, എനിക്കറിയാം നിങ്ങൾ ഇപ്പോഴും ഭൗമിക കാര്യങ്ങളിൽ മാത്രം നിങ്ങളുടെ മനസ്സ് ഉടക്കിക്കിടക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് ഇതുവരെ വന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? പിന്നെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പിന്നെ നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഞാനാ, വേറെ ആരുമില്ല, വേറെ ഒന്നുമില്ല. ഭൂമിയിലെ കാര്യങ്ങളില്ല, കാറില്ല, വീടില്ല, സമ്പത്തില്ല, ഒന്നുമില്ല. അതൊന്നും നിങ്ങളുടെ തലയിൽ കയറത്തില്ല, മനസ്സിലും കയറത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെ എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകുവാൻ. യേശു 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 എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ കാണത്തുള്ളൂ. അതാണ് ഡേ ഓഫ് പെന്റിക്കോസ്റ്റ് കൊണ്ടുണ്ടാകുന്ന പ്രത്യേകത. അവരെന്താ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ യേശു, പിന്നെ യേശുവാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ പ്രസംഗങ്ങൾ പോലും, അതിനകത്ത് പ്രസംഗകരും കുറ്റക്കാരാണെന്ന് തന്നെ എൻ്റെ ചിന്ത. നല്ലൊരു ശതമാനം പ്രസംഗകരും കുറ്റക്കാരാ. അവരാരും യേശുവിനെ കുറിച്ചൊന്നും അല്ല പ്രസംഗിക്കുന്നത്, സമ്പത്തിനെ കുറിച്ചും ഗിമ്മി ഗിമ്മി ബ്ലസ് മീ ഇതേ ഉള്ളൂ പ്രസംഗം. പ്രാർത്ഥന, തരണേ തരണേ, അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ. പ്രസംഗം മുഴുവൻ എന്താ? നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും, ഇല്ലേ? വേറെ ഒന്നും പ്രസംഗിക്കുന്നില്ല. യേശുവിനെ കുറിച്ച് ഇടയ്ക്കൂടെ എന്തെങ്കിലും പറഞ്ഞാലും, ഇന്ന് രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിന്? നിനക്ക് കാറ് തരാൻ, നിനക്ക് വീട് തരാൻ, നിനക്ക് പണം തരാൻ, നിന്റെ കടം മാറ്റാൻ. അതിന് യേശു. എടാ, യേശുവിനെ നിനക്ക് വേണ്ടായോ? ഇതൊക്കെ മതിയോ? ഇവരാരും യേശുവിനെ അല്ല കൊടുക്കുന്നത്. സമ്പത്ത്, കടം മാറ്റുക, ഇതുപോലെ ഭൗമികമായ കാര്യങ്ങൾ. ഈ മീറ്റിങ്ങിൻ്റെ കാര്യം ഒരാൾ എന്നോട് പറഞ്ഞു, ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഇവിടെ ഒരു സുവിശേഷ യോഗം നടക്കുന്നുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ, വിടുതലുണ്ടോ? എന്തുവാ ഇവിടെ വന്നാൽ വല്ലതും കിട്ടുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? അവർ പറയുന്ന സമ്പത്ത് കിട്ടുമോ, കാറ് കിട്ടുമോ, എന്തോ കിട്ടുന്ന വിടുതലുണ്ടോ? അല്ല, വിടുതൽ വേണ്ടത് നിന്റെ ഈ സ്വഭാവത്തിൽ നിന്നും, നിന്റെ ഈ ഭൗമിക മോഹങ്ങളിൽ നിന്നാ വിടുതൽ വേണ്ടത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, അത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ യേശു മതി എനിക്ക്. ഞാൻ യേശുവിൻ്റെ സാക്ഷിയാവുകയാണ്. When the Holy Spirit will come upon you, you shall be my witnesses. എൻ്റെ സാക്ഷികളാകും. അത് പിന്നെ യേശു മാത്രം മതി എന്നുള്ളതാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ഇസ്രായേലിൻ്റെ രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയില്ല, ലൗകികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയില്ല. ഭൗമികതയിൽ നിന്നൊരു വലിയ വിടുതൽ ഇന്ന് സഭയ്ക്ക് അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ ഭൂമിയോടങ്ങ് അറ്റാച്ച്ഡായി പോയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ രാഷ്ട്രമാണ് പ്രസംഗിക്കുന്നതും, ഇസ്രായേലിൻ്റെ രാഷ്ട്രം വേണം, എനിക്ക് ഭരിക്കണം, എനിക്ക് വലിയ ആളാകണം, എനിക്ക് കാശുണ്ടാക്കണം, പണമുണ്ടാക്കണം, സമ്പത്തുണ്ടാക്കണം. ഈ മോഹങ്ങൾ ശരിക്കും ഇന്നത്തെ പ്രസംഗകരൊക്കെ മനുഷ്യരെ ദുർമോഹികളാക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നിങ്ങളൊരു വിടുതൽ പ്രാപിക്കണം. അതാ വിടുതൽ. ഈ മീറ്റിങ്ങിന് ഇതാ വിടുതലിൻ്റെ യോഗമായത്, വിടുതലിൻ്റെ യോഗം. പക്ഷെ എന്തിൽ നിന്നാ? മോഹങ്ങളിൽ നിന്നുള്ള വിടുതൽ. പകരം യേശുവിനെ അവിടെ സ്ഥാപിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് യേശു കടക്കുന്നു, ഞാൻ യേശുവിൻ്റെ സാക്ഷിയാവുന്നു. സാക്ഷിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. അങ്ങനെ യേശുവിൻ്റെ സാക്ഷിയാകുന്നത് എപ്പോഴാണ്? When the Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. അത് പിതാവിൻ്റെ വാഗ്ദത്തമാണ്. 1-ാം അധ്യായത്തിൻ്റെ തന്നെ
ആക്സിന്റെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യേശു കർത്താവ് ഉയിർത്തെഴുന്നേറ്റിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി നിങ്ങൾ ഹോളി സ്പിരിറ്റിന് വേണ്ടി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അതാണ് പിതാവിനോട് കേട്ട വാഗ്ദത്തം. വാഗ്ദത്തം 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 എന്ന് പറയുന്ന ചില്ലറ കാര്യങ്ങളല്ല. എന്നോടൊരു സഭാ നേതാവിൻ്റെ മോൻ പറഞ്ഞു, ആ സഭാ നേതാവ് ഒരു സഭയുടെ ഒരു സെക്രട്ടറിയാണ്, എന്നോട് പറഞ്ഞു, വാഗ്ദത്തമുണ്ട് ബ്രദറെ. ആ പുള്ളിക്കാരൻ അങ്ങ് മരിച്ചുപോയി. ഏതാ പ്രായമുള്ള ഒരാളാ പുള്ളി. സഭയുടെ ഒരു സെക്രട്ടറി ഒക്കെ ആയിരുന്നു. കൊച്ചു സഭയുടെ അല്ല, വലിയ സഭകളുടെ ഒരു സെക്രട്ടറി ആയിരുന്നു. വാഗ്ദത്തമുണ്ട് ബ്രദറെ, അപ്പച്ചൻ ഇരുന്ന കസേരയിൽ എന്നെ ഇരുത്തുമെന്ന് വാഗ്ദത്തമുണ്ട്. അപ്പച്ചൻ ഇരുന്ന കസേരയിൽ എന്നെ ഇരുത്തുമെന്ന് വാഗ്ദത്തമുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളതൊന്നും അല്ല വാഗ്ദത്തം. എന്താണ് വാഗ്ദത്തം? പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. അതാണ് വാഗ്ദത്തം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെ വാഗ്ദത്തം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നോക്ക്, ഇതാണ് പിതാവിൻ്റെ വാഗ്ദത്തം. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ഹോളി സ്പിരിറ്റ്. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും, നിങ്ങൾക്ക് തരും. യെസ്, ദാറ്റ് ഈസ് ദ പ്രോമിസ്. യഥാർത്ഥത്തിലുള്ള പ്രോമിസ് അതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ശരിയായ പ്രോമിസ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാ. എനിക്ക് വേണ്ടത് ഹോളി സ്പിരിറ്റാ. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കുമെന്ന് പറഞ്ഞ അതേ ഭാഗം ലൂക്കോസി വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. നമ്മുടെ സഭകളൊക്കെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നടക്കണം. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഒന്നാമത്തെ ഒരു കാര്യം പറയുന്നത് എന്താണെന്നറിയാം? ഇവിടെ തന്നെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ഇവിടെ കർത്താവ് തന്നെ പറയുകയാണ്, എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ്. അതൊരു ഫാക്റ്റാ. കർത്താവിനെ സ്നേഹിക്കുന്നവൻ, ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത്, ഇറ്റ് ഈസ് ബിക്കോസ് ഐ ലവ് മൈ ജീസസ്. നരകത്തെ പേടിച്ചൊന്നുമല്ല. ബാംഗ്ലൂരിലെ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോയ ഒരു പയ്യൻ, ആത്മീയനായ ഒരു ചെറുക്കനാ, അവൻ്റെ 18ാമത്തെ ബർത്ത്ഡേക്ക് അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് പഠിക്കാൻ ചെന്നതാ. അവൻ്റെ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഏയ് ഇറ്റ് ഈസ് യുവർ ബർത്ത്ഡേ റൈറ്റ്? അവൻ പറഞ്ഞു, യെസ്, വി വാണ്ട് ടു സെലിബ്രേറ്റ്. അവൻ പറഞ്ഞു, കുഴപ്പമില്ല, യു ഹാവ് മണി? ഇപ്പം ഡാഡി കുറച്ച് പൈസ അയച്ചായിരുന്നു, നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തോളാൻ പറഞ്ഞോണ്ട്. ഉടനെ കൂട്ടുകാർ പറഞ്ഞു, ഓ ദാറ്റ്സ് വണ്ടർഫുൾ, കം ഓൺ ലെറ്റ് us ഗോ ടു ദ പബ്. പോയി അടിച്ച് പൊളിക്കാം, കുടിക്കാം. അവൻ പറഞ്ഞു, നോ. വൈ? യു ഫിയർ യുവർ ഫാദർ വിൽ ഹർട്ട് യു. നിന്റെ അപ്പൻ നിന്നെ അടിക്കുമെന്ന്, അല്ലെങ്കിൽ അപ്പൻ നിന്നെ വേദനിപ്പിക്കുമെന്ന് നീ പേടിക്കുന്നുണ്ടോ? അതാണോ നീ കുടിക്കാൻ കൂടാത്തത്? അവൻ പറഞ്ഞു, നോ. ദെൻ വാട്ട്? പിന്നെന്താ? അവൻ പറഞ്ഞു, ഐ ഫിയർ ഇഫ് ഐ ഡു ദിസ് ഐ വിൽ ഹർട്ട് മൈ ഫാദർ. ഞാനിത് ചെയ്താൽ
എന്നെ എൻ്റെ അപ്പൻ വേദനിപ്പിക്കുമെന്നല്ല. ഞാനിത് ചെയ്താൽ ഞാൻ എൻ്റെ അപ്പനെ വേദനിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ മദ്യപിക്കത്തില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാ നമ്മൾ കൽപ്പനകൾ അനുസരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബിക്കോസ് വി ലവ് ജീസസ്. യേശുവിനെ വേദനിപ്പിക്കുവാൻ നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും കൽപ്പനകൾ നമ്മൾ നിഷേധിക്കുകയില്ല. ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്മെൻറ്റ്സ്. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പലപ്പോഴും നമ്മൾ കൽപ്പനകൾ അനുസരിക്കുന്നത് പേടിച്ചിട്ടാണ്, പലപ്പോഴും, അല്ലെങ്കിൽ പ്രതിഫലം ഇച്ഛിച്ചിട്ടാണ്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വൺ വേ തെറ്റിക്കാതെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെ ഇതായിരിക്കണം എന്നൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ബേസിക്കലി നമ്മുടെ പേടി തന്നെ, ഇതിലെ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, ഫൈൻ അടിക്കും. പോലീസ് ഇല്ലെങ്കിൽ, ഫൈൻ ഇല്ലെങ്കിൽ നമ്മൾ നിയമം തെറ്റിക്കാനൊന്നും നമുക്ക് മടിയില്ല. പിന്നെ നമ്മളിപ്പം പിള്ളേർക്കൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വീട്ടിൽ നിന്ന് ജോലി ചെയ്താൽ മതിയല്ലോ. പണ്ടങ്ങനെയല്ലായിരുന്നു. പണ്ടുമല്ല, ഇപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നത് 8 മണിക്ക് ജോലിക്ക് കയറണം, അല്ലെങ്കിൽ 10 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ 10 മണിയാകുമ്പോൾ നമ്മൾ പഞ്ച് ചെയ്താൽ കയറുന്നത്. ഇപ്പോഴും ലോഗിൻ ചെയ്താൽ കയറുന്നത്, പഞ്ച് ചെയ്ത് കയറുന്നല്ലേ ലോഗിൻ ചെയ്ത് കയറുന്നു 10 മണിക്ക്. എന്താ കാര്യം? മാസാവസാനം ശമ്പളം കിട്ടണമെങ്കിൽ കറക്റ്റായിട്ട് പഞ്ച് ചെയ്ത് കയറിയെങ്കിലേ പറ്റുള്ളൂ. ഇനി കമ്പനി പറയാണ്, നീ ജോലി ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നീ എവിടെ പോയാലും കുഴപ്പമില്ല, എല്ലാ മാസവും നിൻ്റെ ശമ്പളം എന്താണെങ്കിലും നിൻ്റെ അക്കൗണ്ടിൽ വന്നോളൂവെന്ന് പറഞ്ഞാലും 10 മണിക്ക് തന്നെ ഓഫീസിൽ കൃത്യമായിട്ട് ചെന്ന് കയറിയിരിക്കുന്ന എത്ര പേര് കാണും? ചിലർ കാണുമായിരിക്കും, പക്ഷെ പൊതുവെ ഇല്ല. അപ്പോൾ ഒന്നുകിൽ പേടിച്ച് അല്ലെങ്കിൽ പ്രതിഫലം ഇച്ഛിച്ചാണ് നമ്മൾ പലപ്പോഴും നിയമങ്ങൾ അനുസരിക്കുന്നത്. എന്നാൽ ഒരു ശിഷ്യൻ കൽപ്പന അനുസരിക്കുന്നത് പേടി കൊണ്ടോ? പഴയ നിയമത്തിലും ആളുകൾ പലപ്പോഴും കൽപ്പനകൾ അനുസരിച്ചത് അവർ പേടിച്ചിട്ടാണ്. കാര്യം കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ശിക്ഷകളുണ്ട്, പേടിച്ചിട്ടാണ്. പക്ഷേ കർത്താവ് പറയാണ്, യു ആർ മൈ ഡിസൈപ്പിൾസ്. നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിക്കുന്നത് നോട്ട് ബിക്കോസ് യു ഫിയർ പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് ബിക്കോസ് യു ലവ് മീ. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നത് അവൻ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹിക്കുന്നത് കൊണ്ട്, മറ്റൊന്നുമല്ല വിഷയം. ഞാൻ BD ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ റിലീജിയൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി കുറേ ബുക്കുകൾ ഇങ്ങനെ വായിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു പോയം, ഒരാളിങ്ങനെ എഴുതിയ ഒരു പോയം ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലോർഡ് വൈ ഡു ഐ ഒബേ യു? ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ അനുസരിക്കുന്നത്? അല്ലെങ്കിൽ നിന്നെ പിൻപറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നിന്നെ പിൻപറ്റുന്നത് എന്തുകൊണ്ടാണ്? എന്നിട്ട് പറയാണ്, സ്വർഗം മോഹിച്ചാണ് ഞാൻ നിന്നെ പിൻപറ്റുന്നതെങ്കിൽ സ്വർഗത്തിൻ്റെ വാതിൽ എനിക്ക് നേരെ കൊട്ടി അടച്ചുകൊള്ളുക. നരകത്തെ പേടിച്ചാണ് ഞാൻ നിന്നെ അനുസരിക്കുന്നതെങ്കിൽ, നിന്നെ പിൻപറ്റുന്നതെങ്കിൽ ആ നരകത്തിലേക്ക് എന്നെ തള്ളിയിട്ട് കൊള്ളുക. ആ പോയത്തിനകത്ത് പറയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം, അല്ല, നിന്നെ സ്നേഹിച്ച് നിന്നെ മോഹിച്ചാണ് ഞാൻ നിന്നെ പിൻപറ്റുന്നതെങ്കിൽ എന്നെ നിൻ്റെ മാറോട് ചേർത്തണയ്ക്കണമേ. പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ നരകത്തിൽ പോകുമെന്നുള്ളത് ശരിയാണ്. നന്മ ചെയ്ത് കർത്താവിനെ പിൻപറ്റിയാൽ സ്വർഗത്തിൽ പോകുമെന്നുള്ളതും സത്യമാണ്. പക്ഷെ ഇതൊന്നുമല്ല യേശുവിനെ അനുഗമിക്കുവാനും അനുസരിക്കുവാനും എന്നെ പ്രേരിപ്പിക്കുന്നത്. എനിക്ക് അവനോടുള്ള സ്നേഹമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. എന്താ അതിൻ്റെ അർത്ഥം? എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട്, ശിഷ്യന്മാരോട്. നിങ്ങൾക്ക് എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള വലിയ മോഹമുണ്ട്. എങ്കിലും ചില സമയത്തൊക്കെ നിങ്ങൾക്ക് അനുസരിക്കുവാനുള്ള ശക്തിയില്ല. യു ആർ ഹ്യൂമൻ ബീയിങ്സ്. നിങ്ങൾക്ക് അനുസരിക്കുവാൻ, മാനുഷികമായി അനുസരിക്കുവാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ഞാൻ പിതാവിനോട് ചോദിക്കും. പിതാവ് എന്തു ചെയ്യും?
സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ, കംഫർട്ടർ, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. അവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ മാനുഷികമായി നിങ്ങൾക്ക് പലപ്പോഴും അതിന് ശക്തിയില്ലെങ്കിൽ, നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ പിതാവിനോട് ചോദിക്കും. പിതാവ് എന്തു ചെയ്യും? ഒരു കാര്യസ്ഥനെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കംഫർട്ടർ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കാര്യസ്ഥൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശക്തീകരിക്കുന്നവൻ, സ്ട്രെങ്തനർ എന്നുള്ള വാക്കാണ്. ഫോർട്ട് ശക്തിയാണ്. ശക്തീകരിക്കുന്നവൻ, സ്ട്രെങ്തൻ ചെയ്യുന്നവനെ. ആ കാര്യസ്ഥൻ്റെ പ്രത്യേകത ഏതാണ്? അവൻ നിന്നെ ശക്തീകരിക്കും. എന്തിന്? കൽപ്പനകൾ അനുസരിക്കുവാൻ നിന്നെ ശക്തീകരിക്കും. നമുക്ക് പലപ്പോഴും കൽപ്പനകൾ അനുസരിക്കാനുള്ള ശക്തി ഹ്യൂമൻ വേയിലില്ല. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് ഒരു കാര്യസ്ഥനെ അയക്കും. അതാണ് പിതാവിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. എൻ്റെ അനുദിന ജീവിതത്തിൽ ആത്മീയമായി ജീവിക്കുവാൻ, അനുസരിച്ച് ജീവിക്കുവാൻ എന്നെ ശക്തീകരിക്കുവാനാണ് ഒന്നാമത് ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. എനിക്ക് തനിയെ ജീവിക്കാൻ പലപ്പോഴും കഴിയത്തില്ല. കാര്യം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ച് ഹൈ ആണ്. ഞാൻ ചിലപ്പം അതിന് ഉദാഹരണമായിട്ട് എൻ്റെ തന്നെ ഒരു അനുഭവം ഞാനിങ്ങനെ പറയാറുണ്ട്. എനിക്ക് 5 അടി 5 ഇഞ്ചേ ഉള്ളൂ. എൻ്റെ വല്യപ്പനൊക്കെ ഭയങ്കര നീളമായിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു 6 അടി 5 ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ല, 5 അടി 5 ഇഞ്ചേ ഉള്ളൂ. ഓക്കെ. പക്ഷേ പിന്നീട് എനിക്ക് അതിനകത്ത് സന്തോഷം ഉണ്ടായില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വടക്കേ ഇന്ത്യയിൽ സുവിശേഷം, ഒരു 30 വർഷമായിട്ട് വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുക. ആദ്യ സമയങ്ങളിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ മിക്കപ്പോഴും എനിക്ക് കിട്ടുന്നത് ഈ സൈഡ് അപ്പർ ബെർത്താ. അതാണെങ്കിൽ 5 അടി 6 ഇഞ്ചാ, കറക്റ്റാ. അപ്പോൾ ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. നീ 6 അടി 5 ഇഞ്ച് വല്ലതും ആയിരുന്നു ഞാനെങ്കിൽ എന്തോ ആയിരുന്നേനെ എൻ്റെ ഗതി. അപ്പം ദൈവം എല്ലാം കണ്ടോണ്ടാണ് ചെയ്യുന്നത്. അത് പോട്ടെ. അതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോഴാണല്ലോ നമുക്ക് തിരുവല്ലയിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിൽ പോകാൻ ലിഫ്റ്റ് വരെ ഉണ്ട്. നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേഷൻസിലും ആ കാലയളവിൽ, 30 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്, ആ കാലയളവിൽ ലിഫ്റ്റ് പോയിട്ട് 2 പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷേ ഓവർ ബ്രിഡ്ജ് പോലും ഇല്ല. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റേ പ്ലാറ്റ്ഫോമിൽ പോകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിൽ ചെന്ന് അടുത്ത പ്ലാറ്റ്ഫോമിൽ കാലൊക്കെ വെച്ച് കയറുക. ഞാനാണെങ്കിൽ ഒരു 3 ബാഗും കൊണ്ടൊക്കെ എല്ലായിടത്തും, കാര്യം ഇങ്ങനെ യാത്രയല്ലേ, ഒത്തിരി യാത്ര ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെ അത്രയും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത്രയും സ്ട്രഗിൾ ഇല്ല നമുക്ക്. പക്ഷെ അന്ന് ഇങ്ങനെ ലോക്കൽ ട്രെയിനിലാണ് കയറി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ട്രെയിൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, ദമോയിലും മറ്റും മധ്യപ്രദേശിൽ. എന്നിട്ട് ഞാനെന്ത് ചെയ്യും? ഒരു രീതിയിൽ ഇറങ്ങി നിരങ്ങിയൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്ന് റെയിൽവേ ട്രാക്കിൽ ഇറങ്ങും. എന്നിട്ട് ട്രാക്കിൽ ഇറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ ട്രാക്കിൽ ചെന്ന് നിൽക്കും, കാലൊക്കെ പൊക്കി നോക്കും. പക്ഷെ എന്തോ ചെയ്യാനാ, എനിക്ക് നീളമില്ല, എത്തത്തില്ല. ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എടാ ഈ റെയിൽവേ പ്ലാറ്റ്ഫോം പണിയുന്നവന് ഇച്ചിരി കൂടെ ഹൈറ്റ് കുറച്ച് പണിയാൻ വയ്യായിരുന്നോ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, റെയിൽവേ പ്ലാറ്റ്ഫോം പണിതിരിക്കുന്നത് എൻ്റെ ഹൈറ്റ് നോക്കിയല്ല, ട്രെയിനിൻ്റെ ഹൈറ്റ് നോക്കിയാ. ഇതുപോലെ നമ്മളും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയാതെ വരുമ്പോൾ ചിലപ്പോൾ പറയും, ദൈവത്തിന് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഇച്ചിരി ഒന്ന് കുറച്ചാലെന്നാ എനിക്കൂടെ കയറാവുന്ന രീതിയിൽ. അത് പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കാൻ പറ്റുകയില്ല. പക്ഷെ എനിക്കൊട്ട് കയറാനും പറ്റുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഇതാ എ ബിഗ് സ്റ്റൗട്ട് മാൻ ഈസ് കമ്മിങ്. ഒരു വലിയ ശക്തനായ, ഒരു നല്ല നീളമൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട് ചോദിച്ചു, വാട്ട് ഹാപ്പൻ? ഐ വോണ്ട് ടു ക്ലൈംബ്. എനിക്ക് കയറണം, പക്ഷെ പറ്റുന്നില്ല. ഡോണ്ട് വറി, ലെറ്റ് മീ ഹെൽപ്പ് യു, കം ഓൺ, ഗിവ് മീ യുവർ ഹാൻഡ്. നിന്റെ കൈ ഇങ്ങോട്ടാ. അപ്പം ഞാൻ എൻ്റെ കൈ ആ വലിയ മനുഷ്യൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അയാൾ വലിച്ച് പുഷ്പം പോലെ വലിച്ച് പൊക്കി അടുത്ത പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തി. ആർ യു ഹാപ്പി? ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. ഇതാ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ കയറാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന എന്നെ
പരിശുദ്ധാത്മാവ് കരത്തിന് പിടിച്ച് വലിച്ചു പൊക്കി ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്നതിനാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ജോലി. ആൻഡ് ഐ വിൽ ആസ്ക് ദ ഫാദർ ആൻഡ് ഹി വിൽ സെൻഡ് അനദർ കൗൺസിലർ ടു ബി വിത്ത് യു ഫോർ എവർ, ടു ഹെൽപ്പ് യു, എ കംഫർട്ടർ. ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കർത്താവ് അയച്ചു തന്നിരിക്കയാൽ ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. ഹല്ലേലൂയ. അങ്ങനെ അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അല്ലാതെ പരിശുദ്ധാത്മാവ് വന്ന് ഛർദിക്ക്, താഴെ വീഴ് എന്നൊക്കെ പറഞ്ഞ് തള്ളിയിടുകയും ഛർദിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതൊന്നുമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ജോലി എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? കൽപ്പന അനുസരിക്കാൻ എന്നെ ശക്തീകരിക്കും. 2, എന്താ അവിടെ കാണുന്നത്? പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. എന്നെ ടീച്ച് ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ്. അല്ലാതെ കുറച്ച് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് വിറയ്ക്കുന്നത് കൊണ്ട് മാത്രം പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്നൊന്നും അർത്ഥമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, തെറ്റിപ്പോകരുത്. എന്തിനാണ്? 1, എന്നെ അനുസരിക്കാൻ പ്രാപ്തനാക്കുന്നവൻ. 2, അനുസരിക്കുന്നത് മാത്രമല്ല, ഓരോ ദിവസങ്ങളിലും എൻ്റെ മുന്നോട്ടുള്ള വഴി ഇതിലേ നടന്നുകൊള്ളുക എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ച് തരുന്നവൻ. 3, യേശുവിൻ്റെ ഉപദേശങ്ങളെ എന്നെ ഓർമ്മപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വേദപുസ്തകം വായിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധിയുള്ള സമയത്തും പരിശുദ്ധാത്മാവ് വന്നിട്ട് പറയും, മോനെ യേശു പറഞ്ഞിട്ടുണ്ട്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം അവൻ്റെ നിത്യത അപകടത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മോനെ കോപിക്കരുത്, യേശു പറഞ്ഞത് എന്നെ ഓർമ്മിപ്പിക്കും. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പറയുന്നത്. അതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവീൻ. കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുന്നവരാകൊണ്ട് നിങ്ങളും സാക്ഷി പറവീൻ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടയ്ക്കൊരു കാര്യം ഓർമ്മ വന്നതാണ്. സാക്ഷി പറയണമെങ്കിൽ, യേശുവിനെ കുറിച്ച് സാക്ഷി പറയണമെങ്കിൽ അവൻ്റെ കൂടെ ഇരിക്കണം. അവൻ്റെ കൂടെ ഇരിക്കുന്നവന് മാത്രമേ സാക്ഷ്യം പറയാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെ നടന്നേച്ച് സാക്ഷി പറയാൻ കയറി നിന്ന് കഴിഞ്ഞാൽ ആ സാക്ഷ്യം ഒത്തുവരത്തില്ല. എന്നാൽ അവനോട് കൂടെ ഇരിക്കുന്ന, അതായത് യേശുവിനോട് കൂടെ ഇരിക്കുന്നവൻ സാക്ഷി പറയുമ്പോൾ പരിശുദ്ധാത്മാവും സാക്ഷി പറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, സാക്ഷി പറയാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ടുപോകണം. ഇപ്പം ഞാനൊരു വ്യക്തിയോട് സുവിശേഷം പറയുകയാണെന്ന് വെച്ചോ, സുവിശേഷം പറയുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ അവൻ്റെ യുക്തിയെ സ്പർശിക്കത്തക്ക നില അതും ഇതൊക്കെ പറയും. അവൻ അതിൻ്റെ അപ്പുറത്തെ യുക്തി പറയും, ഒന്നും നടക്കത്തില്ല. എന്നാൽ എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് പറയും, അവൻ്റെ മുഖത്ത് നോക്ക്, അവൻ പറയുന്നത് സത്യമാണ്, നീ അത് വിശ്വസിക്കണമെന്ന് പരിശുദ്ധാത്മാവ് അവനോട് പറയും. ഞാനും സാക്ഷി പറയുന്നു, പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ അവനോട് സാക്ഷി പറയുന്നു. രണ്ടുപേരുടെ സാക്ഷ്യത്താൽ ഒരു കാര്യം ഉറപ്പാകുന്നു, അവൻ കർത്താവിനെ സ്വീകരിക്കാനിടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് സാക്ഷി പറയാൻ പോകുമ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ടുപോകണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ പരിശുദ്ധാത്മാവാണ്
സാക്ഷിക്കുവാൻ നമ്മളെ ശക്തീകരിക്കുന്നത് എന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച കാര്യമാണല്ലോ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. എൻ്റെ സാക്ഷികളാകും. When the Holy Spirit will come upon you, you shall receive power and you shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ സാക്ഷികളാകും. ഹോളി സ്പിരിറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മളെ യേശുവിൻ്റെ സാക്ഷികളാക്കുകയാണ്. യേശുവിൻ്റെ സാക്ഷികളാക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ആളുകൾ വെറുതെ പറഞ്ഞേച്ച് മാത്രം പോകുന്ന ഒരു അർത്ഥമുണ്ടാകരുത്. അതിനപ്പുറത്ത് എന്തു വേണം? We need to see that we are becoming his witnesses. യേശുവിൻ്റെ സാക്ഷിയാകുവാനായിട്ട് പരിശുദ്ധാത്മാവ് അതാണ് എനിക്ക് കിട്ടുന്ന ശക്തി. ശക്തി എന്ന് പറയുന്നത് അതാ. എന്ത് ശക്തി എനിക്ക് കിട്ടുന്നത്? സാക്ഷിയാകാനുള്ള ശക്തിയാ. അതായത് ഛർദ്ദിക്കാനുള്ള ശക്തിയല്ല, സാക്ഷിയാകാനുള്ള ശക്തിയാണ് എനിക്ക് കിട്ടുന്നത്. You shall be my witnesses in Jerusalem, all Judea, Samaria and to the ends of the earth. അപ്പോൾ ഈ സാക്ഷിയാകാത്തവൻ ഛർദ്ദിച്ചിട്ടും കാര്യമില്ല, താഴെ വീണിട്ടും കാര്യമില്ല, ചാടിയിട്ടും കാര്യമില്ല, തുള്ളിയിട്ടും കാര്യമില്ല. കാര്യം അടിസ്ഥാനപരമായി എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷിയാകാനാണ്. അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞ അനുഭവിച്ച വ്യക്തികൾ സാക്ഷികളാകണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 1-ാം ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഇത് പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? അവർ കാണെ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് കർത്താവിൻ്റെ ദൂതന്മാര് അറിയിക്കുകയാണ്. അപ്പൊ നമ്മള് യേശുവിൻ്റെ ആഗമനം, യേശുവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷ, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ അടക്കം, യേശുവിൻ്റെ പുനരുത്ഥാനം, ഇത്രയും കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് ചേർന്ന് നിൽക്കുന്നവനായ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഹി വാസ് ടേക്കൻ ടു ഹെവൻ. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൂതന്മാർ വന്നിട്ട് പറയുകയാണ്, വെള്ളവസ്ത്രം ധരിച്ചിട്ട് പുരുഷന്മാർ വന്നിട്ട് പറയും, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. മടങ്ങി വരവിനെ കുറിച്ചുള്ള വലിയ പ്രത്യാശ. അല്ലായിരുന്നെങ്കിൽ അവൻ്റെ മടങ്ങി വരവ് നടക്കുന്നില്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യവും ശരിയാണ്. യേശുവിൻ്റെ മടങ്ങി വരവ് നടന്നാലും നടന്നില്ലെങ്കിലും ഒരു പക്ഷേ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടെന്നിരിക്കും, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നമ്മെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഹി ഈസ് കമ്മിങ് ബാക്ക്. അവൻ മടങ്ങി വരുന്നു. അവൻ മടങ്ങി വരുന്നത് വരെ ഭൂമിയിൽ സഭയുണ്ടാവും. ആ സഭയെ നയിക്കുന്നതും നടത്തുന്നതുമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോട്ടെ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അതിനു മുമ്പ് തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മൾ 1-ാം അധ്യായത്തിൽ ഒടുവിൽ നമ്മൾ യേശു കർത്താവ് ഉയിർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം
നടന്ന ഒരു കാര്യമുണ്ട്. 12-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ 1:12, അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമലയിൽ വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. കർത്താവ് പറഞ്ഞ് അവരോട് കാത്തിരിക്കണമെന്ന്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പിന്നീട് യേശുവിൻ്റെ ശിഷ്യന്മാർ ഇവരെല്ലാവരും 14-ാം വാക്യം സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരങ്ങളോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ് കാത്തിരിക്കാൻ പറഞ്ഞു. പിന്നെ 10 days ബിഫോർ ദ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്, 10 days 10 ദിവസം അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവർ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുമ്പോൾ അവർ പ്രാർത്ഥന കഴിച്ചു പോന്നു. ആരൊക്കെയാണ്? ശിഷ്യന്മാര്. അത് മാത്രമല്ല, അവിടെ 120 പേരുടെ കാര്യമാണ് 15-ാമത്തെ വാക്യത്തിൽ. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ 120 പേര്, 12 ശിഷ്യന്മാർ മാത്രമല്ല, 120 പേര് അവർ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? പരിശുദ്ധാത്മാവിന് വേണ്ടി. ആ കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ ശിഷ്യന്മാരുണ്ട് എന്ന് തന്നെയല്ല, യേശുവിൻ്റെ അമ്മയായ മറിയയുമുണ്ട്. കാര്യം മറിയയ്ക്കും വേണം പരിശുദ്ധാത്മാവ്. ഈ 120 ദിവസം ഈ 10 ദിവസം അവർ മറിയോടല്ല പ്രാർത്ഥിച്ചത്, മറിയയും കൂടെ ചേർന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഒറ്റയൊരിടത്ത് പോലും കാണുന്നില്ല ആരെങ്കിലും ഒരാൾ മറിയയോട് പ്രാർത്ഥിക്കുന്നതായിട്ട്, ഇല്ലേ? മറിയയ്ക്കും പരിശുദ്ധാത്മാവ് വേണം. മറിയയും പ്രാർത്ഥിക്കുകയാണ്. ആ 120 പേര് കൂടിയിരുന്ന ആ കൂട്ടത്തിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നത്. അന്ന് മറിയയും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അന്യഭാഷകളിൽ സംസാരിച്ചു. ദിസ് ഇസ് എ ഫാക്ട്. ആരും നിങ്ങളെ വഞ്ചിക്കരുത്. മറിയ ഇതിൽ നിന്ന് ഒഴിവുള്ളയാളല്ല. ഓഫ് കോഴ്സ് നമ്മൾ തീർച്ചയായും മറിയയെ റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റ് ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷെ വേറെ കാര്യമുണ്ട്, റെസ്പെക്റ്റ് ചെയ്താൽ മതി, പ്രാർത്ഥിക്കണ്ട. മറിയയെ റെസ്പെക്റ്റ് ചെയ്തോ, പക്ഷെ മറിയയോട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാര്യം ഈ 120 പേരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? യേശുവിൻ്റെ അമ്മ മറിയയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. They were together. And when the day of Pentecost was now come, they were all together in one place. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. ഈ ഒരുമിച്ച് കൂടുന്നത് എപ്പോഴും നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇത് അനുസരണത്തോടു കൂടെയുള്ള ഒരുമിച്ച് കൂടുന്നതാണ്. അനുസരണത്തോടുകൂടെ, അനുസരിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ ഒരുമിച്ച് കൂടുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവർ ഒരുമിച്ച് കൂടി ബാബേൽ ഗോപുരത്തിൻ്റെ കാര്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവർ ഒരുമിച്ച് കൂടിയിരുന്നു. പക്ഷേ അത് റിബല്യനാണ്. എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്? ഒരുമിച്ച് കൂടിയത് ദൈവത്തോട് എതിർത്ത് നിൽക്കുവാൻ, മത്സരിക്കുവാൻ വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടുന്നത്. ദൈവത്തോട് മത്സരിക്കുവാൻ വേണ്ടി അവര് ഒരുമിച്ച് കൂടിയെങ്കിൽ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ വരുവീൻ, നാം ഇഷ്ടികയേർത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. അവർ പറയാണ്, നോഹയോട് ദൈവം പറഞ്ഞു ചിതറാൻ. നോഹയുടെ കർത്താവ് അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഭൂമിയിലെല്ലാം ചിതറുവാനാണ് പറയുന്നത്, എല്ലായിടത്തും സ്കാറ്റർ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ സ്കാറ്റർ ചെയ്യാൻ പാടില്ല. ദൈവം പറഞ്ഞു നമ്മൾ അനുസരിക്കരുത്, ഒരുമിച്ച് കൂട്, നമുക്കിവിടെ ഒരു ഗോപുരം പണിയാം, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം. കാര്യം ദൈവം ആകാശത്തിലല്ലയോ ഇരിക്കുന്നത്. നമ്മൾ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിത് കഴിഞ്ഞാൽ പിന്നെ നമ്മളും ദൈവത്തെ പോലെ ആകുമല്ലോ. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക. മത്സരികളായ ആളുകൾ. അവിടെ എന്താ സംഭവിക്കുന്നത്? അവർ മത്സരികളായിരുന്നപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു.
മത്സരികൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഭാഷ കലങ്ങി. സിമെന്റ് എടുത്തുകൊണ്ട് വാടാ എന്ന് ഒരുത്തനോട് പറഞ്ഞു. അവൻ കല്ലും എടുത്തുകൊണ്ട് വന്നു. കല്ല് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേക്ക് വെള്ളവും കൊണ്ടുവന്നു. അവർ അന്യോന്യം പറയുന്നത് മനസ്സിലാകുന്നില്ല, ഇല്ലേ? ഭാഷ കലങ്ങി. എന്നാൽ ഈ 120 പേര് അനുസരണത്തോടെ കാത്തിരുന്നപ്പോൾ പല ഭാഷക്കാരായ ആളുകൾ പറഞ്ഞത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മനസ്സിലായി. ഇന്നും ബാബേലും ഉണ്ട്, പെന്തിക്കോസും ഉണ്ട്. ബാബേലിൽ ഭാഷ കലങ്ങി, അന്യോന്യം പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. പെന്തിക്കോസ്തിൽ ഭാഷ ഒന്നായി തീരുകയാണ്. പല ഭാഷ സംസാരിക്കുന്നവർ വന്നപ്പോൾ പറയാം, ഇവൻ ഗലീലക്കാരനല്ലയോ, ഇവൻ നമ്മുടെ ഭാഷ പറയുന്നല്ലോ. ഭാഷ അടുത്തടുത്ത് വന്നു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമുക്ക് പലപ്പോഴും ഉള്ളത് ബാബേല. ഇന്നൊത്തിരി ബാബേൽ ഭവനങ്ങളുണ്ട്. എന്നാന്നറിയാമോ? അന്യോന്യം പറഞ്ഞാലൊന്നും മനസ്സിലാകുന്നില്ല. അപ്പനും അമ്മയും പറയുന്നത്, ഈ ചെറുക്കം പറയുന്നത് എനിക്ക് ഒരു വക മനസ്സിലാകുന്നില്ല. രണ്ടുപേരും മലയാളമാണ് പറയുന്നത്. പക്ഷേ അവൻ പറയാ, ഈ അപ്പൻ പറയുന്നത് ഇന്നുവരെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പറയുന്നത് മനസ്സിലാകുന്നില്ല. ഒരേ ഭാഷ സംസാരിക്കുക, എന്നിട്ട് മനസ്സിലാകുന്നില്ല. ബാബേൽ ഭവനങ്ങളാണ് ഇന്നത്തെ പല ഭവനങ്ങളും, ഇല്ലേ? സഭകളും ഉണ്ട്. എന്തോ ഈ പാസ്റ്റർ പറയുന്നത് എനിക്ക് ഒരു വക മനസ്സിലാകുന്നില്ല. ബാബേല. വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഭാഷ സംസാരിക്കുന്നവരാ, മനസ്സിലാകുന്നില്ല. എന്നാൽ നമ്മുടെ സഭകൾ ബാബേൽ സഭകളാകരുത്, പെന്തിക്കോസ്ത് സഭകൾ. അവിടെ പോലെ അന്യസംസ്ഥാന തൊഴിലാളി വന്നാലും അവൻ സംസാരിക്കുന്നത് വേറെ ഭാഷയാണെങ്കിലും, സഹോദര നീ പറയുന്നത് ഞാൻ അറിയുന്നു, എനിക്ക് ഭാഷ അത്രയും മനസ്സിലായില്ലെങ്കിലും നിന്നെ ഞാൻ അറിയുന്നുണ്ട്. അതാ പെന്തിക്കോസ്. പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് അന്യോന്യം അറിയുന്നതാണ്, അന്യോന്യം മനസ്സിലാക്കുന്നതാണ്. ബാബേൽ എന്ന് പറയുന്നത് ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ വീട്ടിൽ ജീവിക്കുന്നവർ തമ്മിൽ പോലും, സഹോദരങ്ങൾ തമ്മിൽ, അമ്മയപ്പന്മാരും മക്കളും തമ്മിൽ ഭാഷ കലങ്ങിപ്പോയിരിക്കുന്ന അവസ്ഥ. നമുക്ക് വേണ്ടത് ബാബേൽ ഭവനങ്ങളല്ല, നമുക്ക് വേണ്ടത് പെന്തിക്കോസ്ത് ഭവനങ്ങളാണ്. നമുക്ക് വേണ്ടത് ബാബേൽ സഭകളല്ല, നമുക്ക് വേണ്ടത് പെന്തിക്കോസ്ത് സഭകളാണ്. അന്യോന്യം മനസ്സിലാക്കുന്ന സഭയിലെ ജനങ്ങൾ അന്യോന്യം അറിയണം, അവരുടെ പ്രതിസന്ധികൾ അറിയണം. ഞാൻ ആ കാര്യത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്ന ആളാണ്. എൻ്റെ സഭയിലെ ഏറ്റവും ചെറിയ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രതിസന്ധി പോലും ഞാൻ അറിയണം. അല്ലാതെ ചുമ്മാ ഞായറാഴ്ച വന്നൊന്ന് ആരാധിച്ചേച്ച് ഓടിപ്പോകുന്നത് മാത്രമല്ല സഭ എന്ന് പറയുന്നത്. സഭ പെന്തിക്കോസ്ത് ആകണമെങ്കിൽ ഓരോരുത്തരും അന്യോന്യം അറിയണം, അവരുടെ പ്രതിസന്ധികൾ അറിയണം, അവരെ സഹായിക്കണം, അവരുമായി സഹകരിക്കണം. ആ സഹകരണം ഒരുമിച്ചുള്ള ഒരു കാര്യം ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ മടങ്ങി വരട്ടെ, നമ്മുടെ സമയം അതിക്രമിക്കുകയാണല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾ പെട്ടെന്ന് നിർത്താം. അവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നത്, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. 120 പേരും ഒരുമിച്ച് കൂടിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പെന്തിക്കോസ്ത് നാളിൽ സംഭവിക്കുന്ന കാര്യമാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചു കൂടിയിരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. പെന്തിക്കോസ്ത് 50-ാം ദിവസം എന്നേ ഉള്ളൂ. പെന്തിക്കോസ്ത് എന്ന വാക്കിന് അർത്ഥം 50th എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ദിവസം ഒന്നും പോലും ഇല്ല. 50th 50ാമത്തെ ദിവസം എന്ന് മുതൽ, അതായത് പെസഹയ്ക്ക് ശേഷം 50 ദിവസം കഴിഞ്ഞിട്ടുള്ള ആഘോഷമാണ്, ഇസ്രായേലിലെ ആഘോഷമാണ് പെസഹയ്ക്ക് ശേഷമുള്ള പെന്തിക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുന്നത്. ആ പെന്തിക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അത് പിതാവിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിന് വേണ്ടി അവർ കാത്തിരുന്നത്. കർത്താവ് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അവർ കാത്തിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു.
ഹല്ലേലൂയ. അവരുടെ മേൽ വന്നത് പരിശുദ്ധാത്മാവാണ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. തീ നിറഞ്ഞവരായിട്ടെന്നല്ല, തീയുടെ അല്ലെങ്കിൽ അഗ്നിനാവുകൾ, അഗ്നി അല്ലെങ്കിൽ ഈ തീ കത്തുമ്പോൾ അത് ഒരു നാവ് പോലെയാണല്ലോ ഈ തീ കത്തുന്നത്. അങ്ങനെ ആ ഷെയ്പ്പിലുള്ള നാവുകൾ അവരുടെ മേൽ പതിഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ പെന്തിക്കോസ്ത് നാളിൽ തീ വന്നു, ലിക്വിഡ് ഫയർ ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവാണ്, തീ അല്ല പെന്തിക്കോസ്ത് നാളിൽ വന്നത്. പെന്തിക്കോസ്ത് നാളിൽ വന്നത് എന്താണ്? ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവ്. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അന്യഭാഷകളിൽ. പിന്നീട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒത്തിരി സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഒന്നും ലിക്വിഡ് ഫയർ ഒന്നും നമ്മൾ കാണുന്നില്ല. അവിടെ എല്ലാം ആത്മാവ് അവരുടെ മേൽ വന്നു, ആത്മാവ് അവരുടെ മേൽ വന്നെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഇങ്ങനെ അനാവശ്യമായ എംഫസിസ് ഓരോ കാര്യങ്ങൾക്ക് കൊടുത്ത് കോറായിട്ടുള്ള കാര്യങ്ങളെ മറന്നു കളയരുത്. On the day of Pentecost, what happened? The Holy Spirit came. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അതാണ് സംഭവിച്ചത്. That's what happened. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. The Holy Spirit has come. അവരുടെ മേൽ അന്യഭാഷ പോലും അല്ല വന്നത്. അവരുടെ മേൽ വന്നത് എന്താണ്? പരിശുദ്ധാത്മാവാണ്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. കാര്യം ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. ഇന്നും നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നും നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. ഇന്ന് പക്ഷെ പലപ്പോഴും അതിനുവേണ്ടി ആളുകൾ കാത്തിരിക്കുന്നില്ല. നോ, ഇനിയുള്ള കാലം നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി, ആരെങ്കിലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ഞങ്ങൾ വലിയ ബഹളമൊന്നും ഉണ്ടാക്കുന്നവരൊന്നുമല്ല. ഞാനൊരിക്കൽ ബാംഗ്ലൂരിലെ POIPയുടെ ഒരു ക്യാമ്പിന് പ്രസംഗിക്കാൻ 3 ദിവസത്തേക്ക് അവരെന്നെ വിളിച്ചത്. ഇതുപോലെ 3 ദിവസത്തെ മീറ്റിങ്ങാണ്. 3rd ഡേയിൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് നീ പ്രസംഗിക്കണ്ട, ഇന്ന് കുഞ്ഞുങ്ങളോട് പറ. എല്ലാം ചെറുപ്പക്കാർ പിള്ളേരെ, 10, 200, 300 പിള്ളേരുണ്ട്. ആത്മസ്നാനം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരാൻ പറഞ്ഞ് അവരോട് പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി. അപ്പോൾ പെട്ടെന്ന് പാട്ട് പാടുന്ന ഒരു സഹോദരനുണ്ട്, എൻ്റെ കൂട്ടുകാരനാണ്. അവൻ പെട്ടെന്ന് കീബോർഡിനകത്തോട്ട് ഇരുന്നു. കാര്യം പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഉടനെ പാട്ട് പാടാതെ പറ്റത്തില്ലല്ലോ എന്നാണ് നമ്മളെ ചിന്ത. അവൻ കീബോർഡ് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, സ്റ്റാൻലി സോറി, നമ്മൾ ഇന്ന് പാട്ട് പാടുന്നില്ല, വി ആർ ജസ്റ്റ് പ്രേയിങ്. എടാ, വെറുതെ പ്രാർത്ഥിച്ച് എങ്ങനെയാ ആളുകൾ ആത്മസ്നാനം പ്രാപിക്കുന്നു എന്നുള്ളതായിരുന്നു അവരുടെ സംശയം. പാട്ടില്ലാതെ. ഞാൻ പറഞ്ഞില്ല, വി ആർ നോട്ട് പ്രേയിങ്, വി ആർ നോട്ട് സിംഗിങ്, വി ആർ പ്രേയിങ്. ഞാൻ പറയട്ടെ, അന്ന് ആത്മസ്നാനം പ്രാപിക്കാനുള്ള ഇത് കുറേ വർഷം മുമ്പാണ്. കുറച്ച് കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നു, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് 14 കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു. പാട്ടുപാടിയില്ല, ബഹളമുണ്ടാക്കിയില്ല, കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. They were filled with the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വരും. നമ്മുടെ സഭകളിലൊക്കെ പണ്ടൊക്കെ ടാരിങ് മീറ്റിംഗ് ഒരു കോമൺ കാര്യമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ കാണുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി അപ്പോസ്തലന്മാർ കാത്തിരുന്നത് പോലെ നമുക്കും ഇന്ന് കാത്തിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരട്ടെ, നമ്മൾ ആത്മനിറവുള്ളവരായി തീരട്ടെ. അങ്ങനെ കർത്താവിൻ്റെ സാക്ഷികളാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.